മലയാള സിനിമയിലെ അഭിമാനമായിരുന്ന മഹാനടന്മാരാണ്. രണ്ടുപേരും കൂടെ സാർ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ചോദിച്ചിട്ടുണ്ടാകുന്നില്ല ഏത് നടനും കൂടെ അഭിനയിക്കുമ്പോഴാണ് സാറിൻ്റെ ഒരു മോസ്റ്റ് കംഫർട്ടബിലിറ്റി, ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ തോന്നിയിട്ടുണ്ട്? ഏറ്റവും നല്ല റോഡുകൾ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ നടന്മാരാണ്. ഒരുപക്ഷെ സത്യനോ പ്രേമസിനോ മനസ്സാനോ പറ്റാത്ത അത്ര മനോഹരമായ റോഡുകൾ. മമ്മൂട്ടി ഇപ്പോഴും അഭിനയിച്ച പടം, മോഹൻലാൽ അഭിനയിച്ച പടമാണ്. നേരായ ശരിയെ മോഹൻലാലിന്റെ കിരീടം പോലുള്ള സിനിമകൾ എടുത്ത് നോക്കിയാൽ അവിടെ നിന്നൊരു മമ്മൂട്ടിയുടെ റോഷാണ്. അതൊക്കെ നമുക്ക് ഗംഭീരമായ അഭിനയമാണ് ഈ പ്രായത്തിൽ ഇപ്പോഴും. പക്ഷെ ഇവിടെ അഭിനയിക്കാൻ ആരാ നല്ലതെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയും കംഫർട്ടബിളാണ് മോഹൻലാൽ. വളരെ ഈ പുതുതായി അഭിനയിക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മളെ വലിപ്പ ചെറുപ്പത്തോടുകൂടി പെരുമാറും. നമുക്ക് തെറ്റ് പറ്റിയാൽ അതിനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. മമ്മൂട്ടിയാണെങ്കിൽ വല്ലതും പറയില്ല, ഇപ്പൊ ഒന്നും വേണ്ടതില്ല. കൂടുതൽ നമുക്ക് ഒരാള് അപരിചിതനായ ഒരാളിന് ഈ മോഹൻലാലിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു അപരിചിതം പോകണം. കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ്. അവർ ഒരിക്കലും ഒരു വലിയൊരാളിന്റെ കൂടെ അത്ര വലിയ നാളുകൂടെയാണ് ഞാൻ അഭിനയിക്കുന്നത് എന്നുള്ള തോന്നൽ അദ്ദേഹം കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അവർക്ക് ഗൗരവമാണ് പഠിച്ചു വേറെ ആൾക്കാരെ. പക്ഷെ അത് ചെറിയ മമ്മൂട്ടി എന്നൊക്കെ ചെയ്യാറില്ല. പക്ഷേ ചെറിയ നടന്മാർ പോലും ഈ അടുത്ത കാലത്ത് പല പച്ചപിടിച്ച് വന്ന പറഞ്ഞു പോയി പുതുതായി അഭിനയിക്കാൻ വരുന്നവരെ വളരെ ഇരിട്ടേക്കടായി കഴിയാണ്, വളരെ നികൃഷ്ടമായി കഴിയാണ്. നമ്മൾ ഒരു ദിവസം ഈ വഴിയിൽ കൂടി സിനിമ അഭിനയിക്കാൻ മോഹവുമായി ഡയറക്ടർമാരെ വരാതെയും നിരക്കിയാണ് നമ്മൾ പലരും അഭിനയിക്കാൻ ആഗ്രഹത്തോടെ എതിരാളും അയാൾക്കൊരു മമ്മൂട്ടിയോ മോഹൻലാലാണെന്ന് ആഗ്രഹത്തോടെ വരുന്നത്. അവരെ ഒരു പുച്ഛത്തോടെ കാണാൻ പാടില്ല. അവരെ നമ്മൾ ചവിട്ടി താങ്ങാൻ ശ്രമിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അത് മമ്മൂട്ടി മോഹൻലാൽ വേറെ ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല.